ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 8ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വീണ്ടും കാർഡനസ് ദമ്പതികളുടെ ഒരു സംഭവമാണ്. അർണോൾഡ് കാർഡനസിന്റെ അമ്മ അവരുടെ സ്ഥലം കൊടുത്ത് ഒരു കാറ് വാങ്ങിച്ചിരിക്കുന്നു. എന്നാൽ ഭർത്താവിനോട് ചോദിക്കാതെയായിരുന്നു അവരിത് ചെയ്തത്. അതിന്റെ പേരിൽ അവിടെ ഒരു തർക്കം തന്നെ ഉണ്ടാകുന്നു. അതിന്റെയൊക്കെയാണ് അർണോൾഡ് കാർഡനസിന്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കത്രികയിൽ നിന്ന് മുറിവേറ്റ് അർണോൾഡ് കാർഡനസിന്റെ ഫാദർ മരിക്കുന്നത്. ഇതെല്ലാം തന്നെ കുട്ടിയായിരുന്ന അർണോൾഡ് കാർഡനസ് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കൊലപാതകമാണല്ലോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേറെ നിവൃത്തിയില്ലാതെ അവന്റെ അമ്മ കാർ എടുത്ത് അവിടുന്ന് പോവുകയാണ്. അർണോൾഡ് കാർഡനസിനും സഹോദരനും ആകട്ടെ അവിടുന്ന് പോകാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ വകവെക്കാതെയാണ് അവരുടെ അമ്മ കാറിൽ കയറി പോയത്. ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ അർണോൾഡിന്റെ സഹോദരൻ സ്വപ്നത്തിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അർണോൾഡ് കാർഡനസിന്റെ അമ്മ ഓടിച്ച കാറ് ആകാശത്തേക്ക് പറന്നു പോയതും മരിച്ചുപോയ അർണോൾഡ് കാർഡനസിന്റെ ഫാദർ മരത്തിന്റെ ഉള്ളിലായതും. പിന്നെ കാണിക്കുന്നത് പ്രീസ്റ്റിനെയും മറ്റുള്ളവരെയുമാണ്. ആ വീട് നല്ലവണ്ണം പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു പോക്കറ്റ് ഡൈമെൻഷൻ ഉണ്ടെന്ന് പ്രീസ്റ്റ് കണ്ടുപിടിച്ചു. ഡെറിക് ഒരു പ്രാവശ്യം സ്ലൈഡ് ചെയ്യുന്ന സാധനത്തിലൂടെ കയറി ചെന്ന് പെട്ടത് ഈ പോക്കറ്റ് ഡൈമെൻഷനിലേക്കായിരുന്നു. പ്രീസ്റ്റ് അത് സർജന്റിന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡൈമെൻഷനെ പറ്റിയൊന്നും ഒരു അറിവുമില്ലാത്ത സർജന്റിന് എന്താണ് അവൻ പറയുന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റ് എല്ലാ കാര്യങ്ങളും കെന്നിനോടാണ് പറയുന്നത്. കെൻ ആണെങ്കിൽ ബ്ലാക്ക് വിങ്ങിന്റെ ഫയൽസിലൊക്കെ ഇത്തരം ഡൈമെൻഷനെ കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കും പ്രീസ്റ്റിനോട് പറയുന്നു. പ്രീസ്റ്റ് ആകട്ടെ ആ ഡൈമെൻഷനിൽ ഉണ്ടായിരുന്ന വിചിത്ര ജീവികളെ ഒക്കെ ബന്ധനസ്ഥതയിലാക്കിയിരുന്നു. അവന്റെ ഒരേ ഒരു വിഷമം ടോഡിനെയും ഡെറിക്കിനെയും പിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്നതാണ്. എന്നാലും അവിടെ മറ്റൊരു പോർട്ടൽ കൂടി ഉണ്ട് എന്ന് അവർ ഉറപ്പിക്കുന്നു. ഫാറയെ നോക്കുകയാണെങ്കിൽ പ്രീസ്റ്റ് തിരിച്ചു വന്നപ്പോൾ ഫാറയെ അവിടെ കണ്ടില്ല. എന്തായാലും അധികം ദൂരം പോയിട്ടുണ്ടാകില്ല എന്ന് പ്രീസ്റ്റ് പറയുന്നു. അതിനുശേഷം ഈ ഡൈമെൻഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സർജന്റിനോട് കെൻ വിശദീകരിച്ച് പറയുമ്പോൾ സർജന്റിന് ആകെ ശരിക്കും പ്രാന്ത് പിടിക്കുന്നു. അവന് അറിയേണ്ടത് ഇത്ര മാത്രമാണ്: ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടുള്ള ബ്ലാക്ക് വിങ്ങിൽ എങ്ങനെയാണ് പോർട്ടൽ വരിക? ഡെറിക്കും മറ്റുള്ളവരും അവിടുന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നല്ലോ. അതുകൊണ്ട് പോർട്ടൽ ഉപയോഗിച്ചാണ് അവരെപ്പോഴും രക്ഷപ്പെടുന്നതെങ്കിൽ ബ്ലാക്ക് വിങ്ങിൽ എങ്ങനെയാണ് പോർട്ടൽ വരുന്നത് എന്നാണ് സർജന്റ് ചോദിക്കുന്നത്. ദേഷ്യത്തോടെ പ്രാന്ത് പിടിക്കുന്നവനെ പോലെയാണ് സർജന്റ് ഇതെല്ലാം ചോദിച്ചത്. പക്ഷേ വളരെ കാമായിട്ടാണ് കെൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞത്. പിന്നെ കാണിക്കുന്നത് ഫാറ ഒളിഞ്ഞും പതുങ്ങിയും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതാണ്. എന്നാൽ അപ്പോഴേക്കും ആരോ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കി ടീന അവളുടെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ഫാറ ടീനയുടെ പേര് വിളിച്ചിട്ടും ടീന സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം ടീന പേടിച്ചിട്ടുണ്ടാകണം. ഒരു വിധത്തിലാണ് ഫാറ അവളെ കാമാക്കുന്നത്. ടീനയാകട്ടെ നടന്ന എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങൾ, ജയിലിലെത്തിയപ്പോൾ അവിടെ ബാർട്ടും പ്രോസ്റ്റും ഇല്ല, പ്രോസ്റ്റിന്റെ ആയുധവും ഇല്ല, അവിടെ ഉണ്ടായിരുന്ന ചെയിൻസോയും കാണാനില്ല. കൂടാതെ അവിടെയുള്ള ഫോണുകളൊന്നും വർക്ക് ആകുന്നില്ല, പലതരത്തിലുള്ള സന്ദേശങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫാറ അപ്പോൾ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് ബ്ലാക്ക് വിങ്ങിന്റെ ആളുകളാണ് എന്ന്. എന്നാൽ ടീന അതൊന്നും കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഉടനെ അവിടുന്ന് രക്ഷപ്പെടാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഫാറ അപ്പോൾ ഡെറിക്കും ടോഡും വാൻഡിമോറിലേക്ക് പോയ കാര്യം പറയുന്നു. അതിനുശേഷം സൂസിയെ ഇനി അവരാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, തടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നു. അതെല്ലാം കേട്ട് ടീന പറയുകയാണ്, എന്റെ പൊന്നുമോളെ, നിനക്ക് ഭ്രാന്ത് പിടിച്ചു. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അവളുടെ കയ്യിലുള്ള മാജിക്കൽ സ്റ്റിക്ക് ഉപയോഗിച്ച് എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ അവൾ കാട്ടിക്കൂട്ടിയത്. പിടിക്കാനാണ് എന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ ചെന്ന് നിന്ന് കൊടുത്താൽ മതി. അവളുടെ കയ്യിലുള്ള മാന്ത്രിക വടി ഉപയോഗിച്ച് നമ്മളെ ഭസ്മമാക്കി കളയും. ഫാറ അപ്പോൾ പറയുന്നത്, അവളുടെ കയ്യിൽ ആ മാന്ത്രിക വടി ഉണ്ടെങ്കിലല്ലേ പ്രശ്നം, ആദ്യമേ അത് നമ്മൾ അവളിൽ നിന്ന് വേർപെടുത്തണം. എന്നാൽ ഫാറ പറയുന്നതൊന്നും കേൾക്കാൻ ടീന തയ്യാറായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഷെർലോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് അവൾ ഒരുപാട് വിഷമിക്കുന്നു. കാരണം ഷെർലോക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഷെർലോക്കിന്റെ കൂടെ പ്രവർത്തിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഈ ജോലിയിലേക്ക് ടീന വന്നത് തന്നെ, അല്ലാതെ ഈ പോലീസ് ആകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. ശേഷം അവസാനം പറയുകയാണ്, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഉടനെ തന്നെ നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിക്കണം. ഫാറ അപ്പോൾ അവളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളാണ് പോലീസ് എന്നൊക്കെ പറയുന്നു. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ അവന് ബോധം വന്നു കഴിയുമ്പോൾ പക്ഷിസ്ത്രീ അവനെ വീണ്ടും ഫോളോ ചെയ്യുന്നു. അതിന്റെ ശബ്ദം തന്നെ ഒന്ന് കേൾക്കണം. ചില കാർട്ടൂണുകളിൽ താറാവിന്റെ സൗണ്ട് ഇല്ലേ, അതിനോട് ഏകദേശം ഒക്കെ സാമ്യമുണ്ട്. അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഡെറിക് ഒരു കുതിരവണ്ടിയിലാണ് കയറുന്നത്. അത് മാത്രമല്ല വാൻഡിമോറിൽ അവരുടെ ലോകത്തുള്ള ഒരു വണ്ടിയും കാണുന്നുണ്ട്. ആ വണ്ടി നേരെ പോയത് ഡെൻഡിമോറിലേക്കായിരുന്നു. അവിടെ തന്നെയായിരുന്നു അമാൻഡയും ടോഡും ബന്ധനസ്ഥതയിലായിരുന്നത്. ടോഡ് ബോധം വന്ന ഉടനെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും അമാൻഡയോട് ക്ഷമാപണം നടത്തുന്നു. എന്നാൽ അമാൻഡയാകട്ടെ അവനെ ഇക്കാര്യങ്ങളിലേക്കൊന്നും വലിച്ചെടുക്കേണ്ട എന്ന് കരുതിയായിരുന്നു അവനോട് ദേഷ്യപ്പെട്ടത്. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നല്ലോ അമാൻഡയുടെ മുമ്പിൽ വെച്ച് നടന്നത്. അവൾ ഇഷ്ടപ്പെടുന്ന വക്തിയും ഫാർസനും അടക്കം
20ലധികം ആളുകളാണ് അവളുടെ മുമ്പിൽ വെച്ച് മരിച്ചത്. ടോഡ് അപ്പോൾ ചോദിക്കുന്നത് പിന്നെ എന്തിനാണ് രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഫോൺ വിളിച്ചതെന്നാണ്. അമാൻഡ അപ്പോൾ അത് അറിയാതെ വിളിച്ചു പോയതാണ്. കൂടാതെ താൻ ഒരിക്കലും ടോഡിന്റെ റെസ്പോൺസിബിലിറ്റി ആകാൻ താല്പര്യമില്ല എന്നും പറയുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു. ടോഡ് അമാൻഡയെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നാണ് അമാൻഡ കരുതിയത്. പക്ഷേ ഈ മാജിക്കൽ വേൾഡിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അമാൻഡ ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനുശേഷം അമാൻഡയ്ക്കുള്ള അസുഖം തനിക്കും വന്ന കാര്യം ടോഡ് അവളോട് പറയുന്നു. ടോഡും കരുതിയത് ഇതുവഴി അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീരും, ഡെറിക്കിനെയും അമാൻഡയെയും കണ്ടുപിടിച്ചു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നായിരുന്നു. പക്ഷെ ഇനിയൊരു നോർമൽ ലൈഫ് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. ചിരിച്ചുകൊണ്ട് അവനെ കളിയാക്കുന്നത് പോലെ അമാൻഡ അപ്പോൾ ചോദിക്കുന്നത് എന്നിട്ട് തിരികെ പോയി ആ ഹോട്ടലിൽ വർക്ക് ചെയ്യാനാണോ എന്നാണ്. പക്ഷേ അവസാനം അവൾ പറയുന്നുണ്ട് നിന്റെ നോർമൽ ലൈഫ് ഒക്കെ തീർന്നു, ഇനി അങ്ങനത്തെ ലൈഫൊന്നും ഉണ്ടാകില്ല. നിന്റെ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പറക്കുന്ന കാറ്, ലവ് സ്പെല്ലുകൾ, പോർട്ടലുകൾ, അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോഴേക്കും വെയ്ഗറും ഡെൻഡിമോറിലെ രാജ്ഞിയും അങ്ങോട്ട് വരുന്നു. പിന്നെ കാണിക്കുന്നത് സർജന്റിനെയും കെന്നിനെയും ആണ്. കാറിന്റെ ഉള്ളിലാണ് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം മുറിയിലുള്ള കാറിന്റെ ഉള്ളിൽ ഇരുന്നാണ് അവർ സംസാരിക്കുന്നത്. പ്രൊജക്ട് ലാമിയയെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഈ പ്രൊജക്ട് ലാമിയ ആരാണെന്ന് അറിയാമോ? ഡെറിക്കിനെ രക്ഷിച്ച മോണ തന്നെയാണ്. മോണയ്ക്ക് ഏത് ഷേപ്പിലേക്കും മാറാനാകും. പക്ഷേ സാധാരണ ഷേപ്പ് ഷിഫ്റ്റിംഗ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രൂപം മോണ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എന്ത് രൂപമാണ് സ്വീകരിച്ചതെന്ന് അവൾക്ക് അറിയാൻ സാധിക്കില്ല. സത്യത്തിൽ അവൾ ആരാണെന്നുള്ള കാര്യം പോലും അവൾ മറന്നുപോകും. പിന്നെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കുറച്ച് സമയമെടുക്കും. മറ്റൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് പിങ്ക് അവളെ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് 6 വർഷക്കാലത്തോളം അവൾ ഒരു ചെയറിന്റെ രൂപത്തിലായിരുന്നു. ശേഷം സർജന്റിന് കുറച്ച് വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. ആ വീഡിയോയിൽ ഡോളിന്റെ രൂപത്തിലായിരുന്നു മോണ ഉണ്ടായിരുന്നത്. ഡെറിക് അപ്രത്യക്ഷമായ സമയത്തും അമാൻഡയും വോഗലും എല്ലാം അപ്രത്യക്ഷമായ സമയത്തും ഡോളിന്റെ രൂപത്തിലുള്ള മോണയുടെ കണ്ണ് തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതുവഴി ഏത് സ്ഥലത്തും പോർട്ടൽ ഉണ്ടാക്കി കടക്കുന്നതുമായിട്ട് മോണയ്ക്ക് എന്തോ ബന്ധമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. എല്ലാറ്റിനും ഉപരി മോണ ഏത് ഷേപ്പിലാണെന്ന് അവർ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ട് മോണയെ ഇപ്പോൾ പിടിക്കാം. സർജന്റ് അതിന്റെ സന്തോഷത്തിലാണ്. സന്തോഷത്തോടെ കെന്നിനെ അയാൾ കെട്ടിപ്പിടിക്കുന്നു. സൂസിയെ നോക്കുകയാണെങ്കിൽ വക്തിവാപ്പനസിയുടെ പൂള് പോലെയുള്ള സ്ഥലം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. സൂസിയുടെ കയ്യിലുള്ള ബുക്കിൽ പറയുന്നുണ്ട് ആ പൂള് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ വാൻഡിമോർ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാമെന്ന്. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് അവൾ അതിൽ കൈയിടുമ്പോൾ അവൾക്ക് എർത്തടിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. അതുമൂലം അവൾ തെറിച്ചു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള രൂപങ്ങളോടും ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് സൂസി ചോദിച്ചിരുന്നു. പക്ഷേ അത് സംസാരിക്കുകയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിനുശേഷം സൂസി അവളുടെ കയ്യിലുണ്ടായിരുന്ന മാജിക്കൽ സ്റ്റിക്ക് തന്നെ ആ പൂളിൽ മുക്കുന്നു. ഇപ്രാവശ്യം അവൾക്ക് ഷോക്ക് അടിക്കുകയൊന്നും ചെയ്യുന്നില്ല. സൂസിയുടെ കൈയിന്റെ നിറമൊക്കെ മാറുന്നത് കാണാം. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ കാളവണ്ടി നിർത്തി കഴിയുമ്പോൾ അവിടുന്ന് ചാടിയിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്. പക്ഷെ പുറകിൽ നിന്ന് അനക്കം കേട്ട് കഴിയുമ്പോൾ കാളവണ്ടി ഓടിച്ചയാൾ അവനെ കണ്ടുപിടിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന തൊപ്പിയും മറ്റും ഉപയോഗിച്ച് വേഷവിധാനം തന്നെ അവൻ മാറ്റിയിരുന്നു. ഇപ്പൊ അവനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അവിടെയുള്ള ആളുകളെ പോലെ തന്നെ തോന്നും. മുഖം മൂടിയ ആ വ്യക്തിയാകട്ടെ ഡെറിക്കിനോട് സാധനങ്ങൾ എടുത്തു വെക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെടുന്നു. നോക്കുമ്പോഴാണ് അത് ടോഡിനെയും അമാൻഡയെയും വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള ഉപകരണമായിരുന്നു. ആരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നതെന്ന് ഡെറിക്ക് ചോദിച്ചറിയുന്നുണ്ട്. മറ്റൊരു ലോകത്ത് നിന്ന് വന്ന ട്രോസ്റ്റിന്റെ ചാരന്മാരാണവർ. അവർ സഹോദരന്മാരാണ് അവകാശപ്പെടുന്നത് എന്നിങ്ങനെയൊക്കെ ഡെറിക്കിനോട് പറയുന്നുണ്ട്. ഡെറിക്കിന് അത് കേട്ട് കഴിയുമ്പോൾ തന്നെ അമാൻഡയും ടോഡും ആയിരിക്കും അതെന്ന് മനസ്സിലായോ എന്ന് അറിയില്ല. വെയ്ഗറും ഡെൻഡിമോറിലെ രാജ്ഞിയുമാകട്ടെ ഇപ്പോൾ ടോഡിനെയും അമാൻഡയെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇംഗിൾനുക്കിൽ ഉണ്ടായിരുന്നവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണെന്നും ട്രോസ്റ്റ് എവിടെയാണ് എന്നുമാണ് അവർ ചോദിക്കുന്നത്. ടോഡപ്പോൾ ട്രോസ്റ്റിനെ അറിയാമെന്നും അവൻ അങ്ങോട്ട് വരുന്നത് വരെയും ട്രോസ്റ്റ് അവരുടെ ലോകത്തായിരുന്നു എന്നും ഇപ്പോൾ അവൻ എവിടെയാണ് എന്ന് അറിയില്ല എന്നും ഇംഗിൾനുക്കിലുള്ള ട്രോസ്റ്റിന്റെ ആളുകൾ ഉപയോഗിച്ച ആയുധം അവരുടെ ലോകത്ത് തോക്ക് എന്നാണ് അറിയപ്പെടുന്നതെന്നും പറയുന്നു. എന്നാൽ അവരുടെ ലോകം എന്ന് ടോഡ് ഇങ്ങനെ ഇടയ്ക്ക് പറയുന്നത് ഡെൻഡിമോറിലെ രാജ്ഞിക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. അമാൻഡ ആകട്ടെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നു. നിങ്ങൾ ഫാർസന്റെ അമ്മയാണ് എന്ന് എനിക്കറിയാം. ഫാർസൻ നല്ലൊരു വ്യക്തിയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇംഗിൾനുക്കിലുള്ള ആളുകളല്ല അവനെ തട്ടിക്കൊണ്ടുപോയത്. നിങ്ങൾ 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം മൂലം സമാധാനമില്ലാതെ അവൻ ഒളിച്ചോടുകയായിരുന്നു. അപ്പോഴാണ് മേജിന്റെ ആർമിയുടെ കരങ്ങളിൽ അവൻ പെട്ടത്. അവർ ഈ അവസരം മുതലെടുത്ത് നിങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുകയായിരുന്നു. ഇപ്പോ മേജിന്റെ വലിയ ആർമി തന്നെ ഇങ്ങോട്ട് വരാൻ പോവുകയാണ്. ഫാർസൻ എന്താണോ ആഗ്രഹിച്ചത് അതാണ് ഇവിടെ ചെയ്യേണ്ടത്. സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു വാൻഡിമോർ ആണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ അതൊന്നും തന്നെ ഡെൻഡിമോറിലെ രാജ്ഞി വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാം കേട്ട് കഴിയുമ്പോൾ മനസ്സ് ചെറുതായിട്ടൊന്ന് ചാഞ്ചാടിയിരുന്നു. അവർ പറയുന്നത് സത്യമാണെന്ന് കരുതി. ശരിക്കും അത് തന്നെയാണ് സത്യം. പക്ഷേ അവരതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഡെറിക് ജെൻലി, ടോഡ്, അമാൻഡ ഇവരുടെ പേരുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ പോലും അവർ വിശ്വസിക്കാനൊന്നും തയ്യാറാകുന്നില്ല. മാത്രം
മാത്രമല്ല അവരെ വധശിക്ഷയ്ക്ക് പോലും വിധിക്കുന്നു. പുറത്ത് സീലാസ് കാത്തിരുന്ന് അവരെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഡെൻഡിമോറിലെ രാജ്ഞി അതിന് ഉത്തരം പറയുന്നില്ല. ഡെറിക് ആകട്ടെ ഇതെല്ലാം തന്നെ പാത്തും പതുങ്ങിയും നിരീക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഫാറയെയും ടീനയെയും നോക്കുകയാണെങ്കിൽ അവർ സൂസിയുടെ വീട്ടിലെത്തി. ഡബിൾ ബാരൽ ഗണ്ണും ഒക്കെ ആയിട്ടാണ് ഫാറ വന്നിരിക്കുന്നത്. അവിടെ അവർ തവളയുടെ രൂപത്തിലുള്ള സൂസിയുടെ മകനെ കാണുന്നുണ്ട്. പക്ഷെ അത് സൂസിയുടെ മകനാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. ശേഷം ബോബിനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രതിമയെ പോലെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് ചിമ്മുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അവർ ബോബിന്റെ പേര് പല പ്രാവശ്യവും വിളിച്ചു നോക്കിയിട്ടും ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. അവന്റെ മുഖത്തിന്റെ മുമ്പിലൂടെ പല പ്രാവശ്യവും കൈ വീശി നോക്കി, എന്നിട്ടും സെയിം റെസ്പോൺസ് തന്നെയാണ് ഉണ്ടായത്. ഫാറ അതിനുശേഷം കണ്ണിൽ ടോർച്ചൊക്കെ അടിച്ചു നോക്കുന്നു. ബോബിന്റെ നെറ്റിയിലാകട്ടെ പല സ്ഥലങ്ങളിലായിട്ട് മുട്ടുസൂചിയും കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ടീനയ്ക്കാകട്ടെ ഒരു പക്ഷെ ആ TV കാരണമായിരിക്കാം അവൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് തോന്നി TV പരിശോധിച്ചു നോക്കുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. TVയുടെ പ്ലഗ് പോലും കുത്തിയിട്ടില്ല. എന്തോ മാജിക് പോലെയാണ് ആ TV പ്രവർത്തിക്കുന്നത്. മാജിക്കൽ TV എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ടോഡിനെ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവന് ആ അസുഖം വരാൻ പോവുകയാണ് എന്ന് തോന്നുമ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗുളിക എടുത്തു കഴിക്കുന്നു. എന്നാൽ അമാൻഡ അത് തട്ടി ദൂരെ കളഞ്ഞിട്ട് പറയുകയാണ്, ഈ അസുഖം ഇവിടെ വർക്കാകില്ല. ഇവിടെ ഇതൊരു സൂപ്പർ പവർ ആണ്. എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ഭക്തി വേപ്പൻസി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഒരെണ്ണം ഓൾറെഡി ടോഡ് കഴിച്ചിരുന്നു. എങ്കിലും ആ അസുഖം പുറത്തു വരാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ അടിപിടി കൂടുന്നു. വോഗലിനെ കൊണ്ടും ഇതേപോലെ അമാൻഡ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നല്ലോ. ട്രെയിനിന്റെ മുമ്പിൽ പോലും തല വെച്ചത് ഓർക്കണം. അതേപോലെ വേദനിപ്പിച്ചുകൊണ്ട് ആ രോഗം പുറത്തു കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുട്ടിക്കാലത്ത് അവർ ഇതേപോലെ കളിച്ചതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ദേഷ്യത്തോടെ തല്ലുപിടിക്കുന്നതിന് പകരം പരസ്പരം ചിരിച്ചുകൊണ്ടായിരുന്നു അവർ തല്ലുപിടിച്ചത്. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് വർക്കാകുന്നുണ്ടായിരുന്നില്ല. ഡെറിക്കിനെ നോക്കുകയാണെങ്കിൽ അത് തകർത്തുകൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതായിരുന്നു. പക്ഷേ കുറെ നേരമായിട്ട് അവനെ ഫോളോ ചെയ്യുകയായിരുന്ന പക്ഷി സ്ത്രീ അവനെ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ കാട്ടിലേക്ക് ഓടി. ടോഡിനെയും അമാൻഡയെയും നോക്കുകയാണെങ്കിൽ ഇതേ സമയം അവരുടെ ജീവിതത്തിൽ നടന്ന കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അവർ പരസ്പരം അകന്നു നിന്നപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ. അത്രയും നാൾ അവൻ ഫാറയുടെ കൂടെ ചെലവഴിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും നടന്നോ എന്ന് അമാൻഡ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ നടന്നു എന്ന രീതിയിലൊക്കെയാണ് ടോഡ് സംസാരിക്കുന്നത്. അമാൻഡ നല്ല രീതിയിലൊക്കെ അതിന്റെ പേരിൽ കളിയാക്കുന്നു. ടോഡാകട്ടെ അമാൻഡയെ കുറിച്ച് ഓർത്ത് ഒരുപാട് ആകുലപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. കാരണം റൗഡി 3യുടെ കൂടെ ആയിരുന്നല്ലോ അവൾ ഉണ്ടായിരുന്നത്. എന്നാൽ നീ വിചാരിക്കുന്നത് പോലെയല്ല, അവർ വളരെ നല്ല മനുഷ്യരാണ് എന്ന് അമാൻഡ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവൾ വിഷമത്തോടെ ചോദിക്കുന്നത്, ഇനിയെങ്കിലും എന്റെ സഹോദരനെ എനിക്ക് വിശ്വസിക്കാമോ എന്നാണ്. ഒരു കാലത്ത് ടോഡ് അവളുടെ ഹീറോ ആയിരുന്നു. എങ്ങനെയാണ് ആ ടോഡിനെ എനിക്ക് തിരികെ കിട്ടുക എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവളോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിഷമത്തോടെ അവൻ പറയുന്നു. ശേഷം ടോഡിനോട് അമാൻഡെ ഹാർഡായിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പറയുന്നു. കാരണം 1 മണിക്കൂറിനുള്ളിൽ അവരെ തൂക്കിലേറ്റും. ബോബിനെ നോക്കുകയാണെങ്കിൽ അവന്റെ മുഖത്ത് നിന്ന് മുട്ടുസൂചികളെല്ലാം അവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം TV ആണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അവൻ അവിടുന്ന് മാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് TVയിൽ നിന്ന് മേജ് സംസാരിക്കുന്നത്. മേജ് വേറെ ഒരു സ്ഥലത്താണ് ഉള്ളത്. പക്ഷെ എന്തോ ഒരു സ്പെൽ ഉപയോഗിച്ചാണ് അവരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും. ഈ സമയത്ത് സൂസി വാൻഡിമോറിലേക്ക് പോയ കാര്യവും വാൻഡിമോർ സൂസിക്ക് വിട്ടുകൊടുത്ത കാര്യവും മേജ് ഇപ്പോൾ ഈ ലോകമാണ് ഭരിക്കുന്നത് എന്ന കാര്യവും ഒക്കെ അവരോട് പറയുന്നുണ്ട്. അവസാനം ബോബിനോട് അവരെ രണ്ടുപേരെയും കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഒരു വിധത്തിലാണ് ബോബിന്റെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നത്. ഭീമാകാരനായിട്ടുള്ള ബോബിന്റെ മുമ്പിൽ അവർ രണ്ടുപേരും ഒന്നുമല്ലായിരുന്നു. അവരെ രണ്ടുപേരെയും എടുത്ത് എറിയുകയായിരുന്നു. എന്നാൽ ഫാറയെ ആക്രമിച്ചപ്പോൾ ടീന അവനെ പുറകിൽ നിന്ന് ആക്രമിച്ചു. പിന്നെ ബോബ് ടീനയുടെ പുറകിലായി. ടീനയെ ഒരുപാട് ആക്രമിച്ച് കഴുത്തിന് പിടിച്ച് പൊക്കി നിർത്തുന്നു. എന്നാൽ ടീനയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് മുമ്പേ ഫാറ അവളുടെ ഡബിൾ ബാരൽ ഗൺ എടുക്കുന്നു. എല്ലാവരും കരുതിയത് ബോബിനെ ആയിരിക്കും അവൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ്. എന്നാൽ അതിന് പകരമായിട്ട് TVയിൽ തന്നെയായിരുന്നു ഫാറ ഷൂട്ട് ചെയ്തത്. ഇതുവഴി മേജിന്റെ സ്പെല്ലിൽ നിന്നെല്ലാം ബോബ് മോചിതനായി. അവരെ ആക്രമിക്കുന്നതിൽ നിന്ന് ബോബ് പിന്തിരിഞ്ഞു. ഫാറയുടെ ആ പ്രവൃത്തി മൂലം എല്ലാവരെയും ഒരേ സമയം രക്ഷിക്കാനായി. പക്ഷേ ഇപ്പോഴും ബോബ് അധികം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഡെറിക്കാകട്ടെ ഓടി രക്ഷപ്പെട്ടത് ചെന്നുപെട്ടതാകട്ടെ റൗഡി 3യുടെ മുമ്പില് റൗഡി 3, പുറകില് പക്ഷി സ്ത്രീ. ആകെ ഭ്രാന്ത് പിടിച്ചു പോകുന്ന ഡെറിക്ക് അറിയാതെ മാർട്ടിനെ ഇടിച്ചു പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വായിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഡെറിക്ക് വിളിച്ചു പറഞ്ഞത്. ആരെയും അവൻ ഇതേപോലെ ഇടിച്ചിട്ടില്ല എന്ന കാര്യവും പറയുന്നുണ്ട്. അവസാനം എല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു. എന്നാൽ മാർട്ടിനൊന്നും അത് വലിയ കാര്യമായിരുന്നില്ല. വോഗൽ അപ്പോൾ അമാൻഡയെ തേടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നു. ഡെറിക്ക് അപ്പോൾ അമാൻഡയും ടോഡും ഡെൻഡിമോറിലുള്ളവരുടെ കരങ്ങളിലാണ്, അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ശരി എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിനും കൂട്ടരും അവരെ രക്ഷിക്കാനാണ് പോകുന്നത്. എന്നാൽ ഡെറിക്ക് പറയുകയാണ്, നിങ്ങൾ ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവന് മാത്രമല്ല അവരുടെ ജീവന് പോലും ഇത് ആപത്താണ്. അപ്പോ ഡെറിക്കിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഡെറിക്ക് അപ്പോൾ അവനൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷി സ്ത്രീയും ഇപ്പോൾ അവനെ അധികം ശല്യം ചെയ്യുന്നില്ല, എങ്കിലും അവന്റെ കൂടെ തന്നെയുണ്ട്. മാർട്ടിൻ അപ്പോൾ അവന്റെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് ഇവനാണ് ഇനി ഇൻചാർജ് എന്ന് പറയുന്നു. റൗഡി 3 അല്ലേ, വിചിത്രകരമായിട്ടേ പെരുമാറുകയുള്ളൂ. ബോബിനെ
നോക്കുകയാണെങ്കിൽ ഫാറ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നിനും തന്നെ അവന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ടീനയാണ് ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് എന്നാണെങ്കിൽ ഒരു പ്രാവശ്യം മൂളണം, നോ എന്നാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ മനസ്സിലാക്കിയത് ഈ കാര്യങ്ങളാണ്. ബോബിനെ ഈ അവസ്ഥയിലാക്കിയത് സൂസിയാണ്. വാൻഡിമോറിൽ നിന്ന് ഇനി സൂസി തിരിച്ചു വരാൻ പോകുന്നില്ല. മേജ് ഈ ലോകത്ത് തന്നെയുണ്ട്. മേജ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. കാരണം അത് യെസ് എന്നോ നോ എന്നോ അല്ലല്ലോ. ശേഷം ഷെർലോക്കിനെ പറ്റി ചോദിക്കുമ്പോൾ തന്നെ അവൻ മൂളുകയാണ്. അതുവഴി ഷെർലോക്ക് എവിടെയാണെന്ന് ബോബിനെ അറിയാമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ടീന അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. കരഞ്ഞ് കെഞ്ചിക്കൊണ്ട് അവൻ എവിടെയാണെന്ന് പറഞ്ഞു തരാൻ ബോബിനോട് അപേക്ഷിക്കുന്നു. സംസാരിക്കാൻ മോട്ടിവേറ്റ് ചെയ്ത് അവനെ ഒരുപാട് നിർബന്ധിച്ചു കഴിയുമ്പോൾ അവസാനം ഓരോ വാക്കുകൾ വീതം പതുക്കെ അവൻ പറയുന്നു. കോറി എന്നാണ് അവർക്ക് ഉത്തരം കിട്ടുന്നത്. അത് കേട്ട് ടീനയ്ക്കും ഫാറയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഷെർലോക്ക് മരിച്ചിട്ടില്ലല്ലോ. അതുമാത്രമല്ല ഷെർലോക്ക് എവിടെയാണെന്നും മനസ്സിലായി. ടോഡിനെയും അമാൻഡയെയും നോക്കുകയാണെങ്കിൽ വധശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി ആളുകളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആളുകൾ പല വിധത്തിലുള്ള സാധനങ്ങളൊക്കെ അവരുടെ നേരെ എറിയുന്നുണ്ട്. അമാൻഡയും ടോഡും ആകട്ടെ അവരെ തെറി കാണിക്കുന്നു. ശേഷം ടോഡും അമാൻഡയും പരസ്പരം പേടിയാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരുടെ രാജ്ഞി തന്നെ അവിടെ എത്തി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പ്രധാനമായിട്ടും ഇംഗിൾനുക്കിലുള്ളവർക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ജനങ്ങളിലേക്കും ആ വിദ്വേഷം പകരുകയായിരുന്നു. അതിനുശേഷം വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ കാറിൽ റൗഡി 3 അവിടെ എത്തുകയാണ്. നേരത്തെ ഡിറിക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ട വണ്ടി തന്നെയായിരുന്നു അത്. ശരിക്കും അത് മേജിന്റെ ടീമിന്റെ വണ്ടിയായിരുന്നു. ഡിറിക്ക് അവിടെ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഉടനെ തന്നെ കിട്ടും. റൗഡി 3 ആകട്ടെ അവിടെ എത്തിയതിനു ശേഷം അവരുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു കാണിച്ചത്. രാജ്ഞി ആകട്ടെ ഉടനെ തന്നെ അവരുടെ വധശിക്ഷ നടപ്പിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ ആരാച്ചാരുടെ വേഷത്തിൽ ഉണ്ടായിരുന്നത് ഡിറിക്ക് തന്നെയായിരുന്നു. രാജ്ഞിയുടെ പുറകിലാകട്ടെ പക്ഷി സ്ത്രീയും പ്രത്യക്ഷമാകുന്നു. അത് കണ്ട് രാജ്ഞി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഡിറിക്ക് അതിനുശേഷം അവന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ടോഡിനെയും അമാൻഡയെയും റിലീസ് ആക്കുന്നു. ശേഷം സന്തോഷത്തോടെ മൂവരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ടോഡ് ഇതേ സമയം പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നാലും കുറച്ചു നേരത്തേക്ക് ടെൻഷൻ അടിച്ചു. അപ്പോഴേക്കും സീലാസ് അവരെ ആക്രമിക്കാൻ വരുന്നു. ടോഡ് അപ്പോൾ സീലാസിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണെന്ന്. എന്നാൽ തന്റെ അമ്മയുടെ മേലാണ് നിങ്ങൾ കൈവച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സീലാസ് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. കൂടാതെ ഇപ്രാവശ്യമെങ്കിലും ബ്രേവ് ആകണമെന്ന് അവൻ പറയുന്നു. എന്നാൽ അത് കേട്ട് ഡിറിക്ക് നീയല്ല ഞാനാണ് ബ്രേവ് ആകേണ്ടതെന്ന് പറഞ്ഞ് അവനെ നേരിടുന്നു. റൗഡി 3നെ നേരിടാനാകട്ടെ അവസാനം വെയ്ഗർ തന്നെ കളത്തിലിറങ്ങുന്നു. കരുത്തിനും ഭീമാകാരനെ പോലെ ഇരിക്കുന്നതുമായിട്ടുള്ള വെയ്ഗറിനെ റൗഡി 3ക്ക് അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും ഇടിച്ചു വീഴ്ത്താനാകുന്നില്ല. ഡിറിക്കിന്റെയും സീലാസിന്റെയും ഫൈറ്റ് ശരിക്കും ഫണ്ണി ആയിരുന്നു. രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ അറിയാത്തവരെ പോലെ ആയിരുന്നു ഫൈറ്റ് ചെയ്തത്. എങ്കിലും ഡെറിക്കാണ് ആദ്യം മുറിവേൽപ്പിക്കുന്നത്. മുറിവേൽപ്പിച്ചു കഴിയുമ്പോൾ തന്നെ നീ പരാജയപ്പെട്ടു, തോൽവി സമ്മതിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സീലാസ് ഉടനെ തന്നെ ഡെറിക്കിന്റെ കയ്യിൽ ഒരു മുറിവേൽപ്പിച്ചു. അത് കണ്ടു കഴിയുമ്പോൾ അമാൻഡെ ഡെറിക്കിന്റെ പേര് വിളിച്ച് അവന്റെ അടുത്തേക്ക് വരുന്നു. അത് കേട്ട് കഴിയുമ്പോഴാണ് സീലാസിന് അത് ഡെറിക്കാണ് എന്ന് മനസ്സിലാകുന്നത്. നീ ശരിക്കും ഡെറിക്കാണോ എന്ന് അവനോട് ചോദിക്കുന്നു. അവനപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. ഡെറിക്കാകട്ടെ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവനെ ചവിട്ടി തെറിപ്പിച്ച് വീഴ്ത്തുന്നു. അവരുടെ വണ്ടിയിലേക്ക് തന്നെയായിരുന്നു സീലാസ് ചെന്ന് വീണത്. കാരണം ടോഡിന് അറിയാമായിരുന്നു ഈ അവസരത്തിൽ അവനോട് സംസാരിക്കാൻ നിന്നാൽ അവനൊന്നും മനസ്സിലാകില്ല എന്ന്. വെയ്ഗറിന്റെ പുറത്താകട്ടെ പക്ഷി സ്ത്രീ ചാടി കയറുന്നു. ഉടനെ തന്നെ ആ അവസരം മുതലെടുത്തുകൊണ്ട് എല്ലാവരും കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുകയാണ്. പക്ഷി സ്ത്രീയും അതിനുശേഷം ഓടി കാറിൽ കയറുന്നുണ്ട്. ശേഷം മറ്റൊരു സ്ഥലത്ത് വെച്ച് നല്ല രീതിയിലാണ് സീലാസിനെ അവർ ട്രീറ്റ് ചെയ്യുന്നത്. ഡെറിക് ആകട്ടെ അതിനുശേഷം ഒരു ചോദ്യം മാത്രമാണ് സീലാസിനോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ഈ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായെന്ന്. 3 ജനറേഷൻസ് മുമ്പ് മുതലാണ് ഇത് തുടങ്ങിയതെന്നാണ് പറയുന്നത്. ഡെറിക് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഈ ലോകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് മുതലേ പ്രശ്നമുണ്ടായിരുന്നു. 3 ജനറേഷൻ മുമ്പ് മാത്രമാണ് ഈ ലോകം തന്നെ ഉണ്ടായത്. ടോഡപ്പോൾ അതെല്ലാം കേട്ട് ഡെറിക്കിനോട് നീ ഈ കേസ് സോൾവ് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ഡെറിക് ആകട്ടെ അതെ എന്ന് പറഞ്ഞ് അവന് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുകയാണ്. 1950 കാർഡനസ് ദമ്പതികൾക്ക് ഷിപ്പിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടി. ദൈവത്തിന്റെ ശക്തികൾ അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അത്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ റിയൽ ആകും. ആദ്യമൊക്കെ അത് അവർക്ക് ഉപകാരമായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായില്ല. അത് മാത്രമല്ല ആ കുട്ടിയുടെ പ്രവൃത്തികൾ പഴയ ബ്ലാക്ക് വിങ്ങിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അവരുടെ ഫാം അവർക്ക് വിൽക്കേണ്ടി വന്നു. അതിന്റെ പേരിൽ കാർഡനസ് ദമ്പതികൾ തമ്മിൽ പ്രശ്നമാവുകയും അർണോൾഡിന്റെ ഫാദറിനെ അമ്മ കൊല്ലുകയും ചെയ്തു. ആ ഒരു ഒറ്റ ദിവസം നടന്ന കാര്യങ്ങൾ അർണോൾഡിന് ഒരു ഷോക്കായിരുന്നു. ശേഷം അർണോൾഡ് തന്നെയാണ് ബ്ലാക്ക് വിങ്ങിനെ ഇതെല്ലാം അറിയിച്ച് ആ കുട്ടിയെ ബ്ലാക്ക് വിങ്ങിന് വിട്ടുകൊടുത്തത്. അതിന്റെ കുറ്റബോധമായിരുന്നു അർണോൾഡിനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ബ്ലാക്ക് വിങ്ങിലുള്ളവർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വലിയ സ്ട്രെസ് ആണ് ആ കുട്ടി അനുഭവിക്കേണ്ടി വന്നത്. ആ സ്ട്രെസ്സും ഭയവും മൂലം അവൻ വലിയ ഉറക്കത്തിലേക്ക് വീണു പോവുകയും അവന്റെ സർവ്വശക്തിയും ഉപയോഗപ്പെടുത്തി വാൻഡിമോർ എന്ന ലോകം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതെല്ലാം കേട്ട് സീലാസ് പറയുകയാണ്, അപ്പോൾ ഞങ്ങളൊന്നും റിയൽ അല്ലല്ലേ, ഒരു കുട്ടിയുടെ
കുട്ടിയുടെ സ്വപ്നം മാത്രമാണല്ലേ. എന്നാൽ ഡെറിക് അതിനോട് യോജിക്കുന്നില്ല. ഡെറിക് പറയുകയാണ്, അങ്ങനെയല്ല, ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് തിയറി മൂലമാണെന്ന് അവകാശപ്പെടുന്നില്ലേ. അതേപോലെ തന്നെ വാൻഡിമോർ ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിയായിരുന്നു ആ കുട്ടിയുടെ സ്വപ്നം. ഡെറിക് തുടർന്ന് പറയുകയാണ്, അതിനുശേഷമാണ് ആ കുട്ടി കോമയിലേക്ക് വീണുപോയത്. അത് തന്നെയാണ് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കും കാരണം. ഈ ലോകത്തിന്റെ യഥാർത്ഥ റൂളർ ആ കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടി ഇവിടെ എത്തിയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയുള്ളൂ. ടോഡ് അപ്പോൾ സൂസി ആരാണെന്ന് ചോദിക്കുന്നു. ഡെറിക്കിനാകട്ടെ സൂസി ആരാണെന്ന് അറിയില്ല. പക്ഷെ സൂസിയെ നല്ല ദേഷ്യമാണ്. സൂസി മേജ് തെരഞ്ഞെടുത്ത ഒരു വ്യക്തി മാത്രമാണല്ലോ, ഇതുമായിട്ടൊരു ബന്ധവുമില്ലല്ലോ. എല്ലാത്തിനും ഉപരി ആ കുട്ടി എവിടെയാണ് എന്ന് ഡെറിക്കിന് അറിയാം. ബ്ലാക്ക് വിങ്ങിലുള്ള പ്രൊജക്ട് മോളക് എന്ന് വിശേഷിപ്പിക്കുന്ന ആള് തന്നെയാണ് ആ കുട്ടി. കോമയിൽ കിടക്കുന്ന വൃദ്ധനായിട്ടുള്ള ഒരാളില്ലേ, അത് തന്നെ. ഡെറിക് അയാളെ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ അമാൻഡ പറയുകയാണ്, അതൊരു പക്ഷേ വക്തി വാപ്പനസിയുടെ ഫ്രണ്ട് ആയിരിക്കാം. വക്തി വാപ്പനസി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലോകത്ത് വക്തി വാപ്പനസിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന്. അങ്ങനെയാണ് നമ്മുടെ ലോകത്തെ കാര്യങ്ങളൊക്കെ വക്തി വാപ്പനസി മനസ്സിലാക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടെ ഡെറിക് പറയുകയാണ്, അത് വേറെ ആരുമല്ല, അത് മോണയാണ്. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ സീലാസ് പറയുകയാണ്, ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പ്രവചനം പൂർത്തിയാക്കാമല്ലേ. അതെ എന്ന് ഡെറിക് പറയുന്നു. പോർട്ടൽ വഴി കൊണ്ടുവരാനാണെങ്കിൽ അമാൻഡയ്ക്ക് സാധിക്കും. അമാൻഡ അങ്ങനെയാണല്ലോ റൗഡി 3യെ രക്ഷിച്ചത്. ടോഡാകട്ടെ അതെല്ലാം കേട്ട് എല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗുഹയുടെ ഉള്ളിൽ നിന്ന് സൂസി പുറത്തേക്ക് വന്നിട്ട് ഒരു ദുഷ്ടചിരിയോടെ അതെ എല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറയുന്നു. പിന്നെ കോറിയിലെത്തുന്ന ഫാറയെയും ടീനയെയും കാണിക്കുന്നു. മേജിനെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മേജ് അവരുടെ പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ടീനയെയും ഫാറയെയും ബോധം കെടുത്തുന്നു. ടീനയെ അയാളുടെ സ്റ്റിക്ക് ഉപയോഗിച്ച് ബോധം കെടുത്തുന്ന സമയത്ത് ഫാറയ്ക്ക് അയാളെ ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടിയതാണ്. പക്ഷെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴേക്കും ഫാറയുടെ പുറകിലെത്തി ഫാറയെ ബോധം കെടുത്തുകയായിരുന്നു. ശേഷം മേജ് ഇനി നമുക്ക് കൂടുതൽ ഫൺ ഒപ്പിക്കാം എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.